മോനെ ആശുപത്രിയിൽ നിന്ന് വരികയാണോ? അതെ. കാർത്തിമോൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? എന്താ മോനെ? കാർത്തിക്കിന് കാര്യമായ പുരോഗതിയൊന്നും ഇല്ലമ്മേ. ഡോക്ടർ പറഞ്ഞ സമയപരിധിയൊക്കെ നാളെ അവസാനിക്കും. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. എന്റെ ദൈവങ്ങളെ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെയായിട്ട് തീ തീറ്റിക്കുന്നത്? എന്റെ കൈമളേട്ടനും ഈ സമയത്ത് ഇവിടെ ഇല്ലാതായി പോയല്ലോ. മോനെ, അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോടാ? ഒന്നുമില്ലമ്മേ. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ കത്തെഴുതി വെച്ചിട്ടില്ലമ്മേ പോയത്, തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ്. അതുകൊണ്ട് മിസ്സിംഗ് കേസ് അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കൈമളേട്ടൻ തീർത്ഥാടനത്തിന് പോയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല മോനെ. പിന്നെ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ മനന്നൊന്ത് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കും. അമ്മേ, ഇവിടെ നടന്ന പല പ്രശ്നങ്ങളും വന്നു ചേർന്നതല്ല, വരുത്തി. എന്റെ ഭാര്യ തന്നെ. ആ ഗ്രൂപ്പുകാരുടെ പ്രധാന ശത്രു പണ്ട് നന്ദിനിയേട്ടത്തിയായിരുന്നു. ഇപ്പോ അത് മീനാക്ഷിയായി. ആ കുഞ്ഞിനെ കരയിപ്പിക്കാൻ അവരിപ്പോ കരുവാക്കിയിരിക്കുന്ന അമ്മയെ അതെന്റെ അമ്മ തിരിച്ചറിയണം. എന്റെ അമ്മ ദുഷ്ടതയുള്ള സ്ത്രീയായി മാറുന്ന കാണാൻ എനിക്കിഷ്ടമല്ല. അമ്മേ, പലരും പറയുന്നതൊന്നും അമ്മ കേൾക്കരുത്. പിന്നെ ഈ അന്ധവിശ്വാസങ്ങളൊന്നും പുറകെ പോകരുത്. ഇതൊരു മകന്റെ അപേക്ഷയാണ്.